ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് ചതുപ്പ. ഇത് കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി വെച്ച് കഴിക്കുന്നതാണ്. പിന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാഡിക്ക് നല്ലതാണ്. പണ്ട് കാലങ്ങളിൽ ഡെലിവറി കഴിഞ്ഞവർക്ക് നടുവേദനിക്കുന്നതിന് ചതുപ്പ അരച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ചതുപ്പ ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അതുപോലെ തന്നെ പച്ചരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലോട്ടിട്ട് അത് വേവാൻ ആവശ്യമായ വെള്ളമൊഴിച്ച്, ഞാനിതിൽ ഒരു പിഞ്ച് ഉപ്പിടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. മരുന്ന് കഞ്ഞി സാധാരണ ഉപ്പിടാതെയാണ് ഉണ്ടാക്കാറ്. 4 വിസിൽ വരുന്നവരെ ഇനി കുക്കർ മൂടി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച ചതുപ്പ അരച്ചെടുക്കാം. ചതുപ്പ അരച്ച് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം അതേ ജാറിലോട്ട് തന്നെ 1 കപ്പ് തേങ്ങയിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഇതുപോലെ അരച്ചെടുക്കാൻ. അങ്ങനെ തേങ്ങാപ്പാലാക്കുമ്പോഴത്തേക്കും നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം വെന്ത് കിട്ടാൻ. ഇനി ഒരു തവി വെച്ച് ചോറ് ഇതുപോലെ ഉടച്ചെടുക്കണം. നന്നായി ഉടഞ്ഞ് ഈ രൂപത്തിലായി കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ചതുപ്പ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറും ചതുപ്പയും ഇതുപോലെ മിക്സായി കിട്ടിയതിന് ശേഷം ഇത് ചെറുതായി ഒന്ന് തിളക്കണം. അതിന് ശേഷമേ തേങ്ങാപ്പാൽ ചേർക്കാവൂ. തേങ്ങാപ്പാൽ കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ലാസ്റ്റ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷവും കൂടുതൽ കട്ടിയാണെങ്കിലും 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് ലൂസാക്കി കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ കറക്റ്റ് ലൂസായി കിട്ടിയതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഇനി തേങ്ങാപ്പാൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. ഇത് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ശരീരത്തിന് കൂടുതൽ നല്ലത്. ഇത് സാധാരണ 7 ദിവസമോ 14 ദിവസമോ ആണ് കഴിക്കുന്നത്. ഞാനിത് 7 ദിവസമാണ് ഉണ്ടാക്കി കഴിച്ചത്. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, അപ്പോൾ ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.